ഇതിന് കുഴപ്പമില്ല കേട്ടോ. ഹലോ നമസ്തേ ഗായ്സ്. അപ്പം നമ്മളുടെ ഒരു സഡൻ ആയിട്ടൊരു പ്ലാനായിരുന്നു വാഗമൺ പോകാമെന്ന്. അപ്പം രാത്രി പ്ലാൻ ചെയ്തു, രാവിലെ ഞങ്ങൾ ഇറങ്ങി. അപ്പം അങ്ങനെ ഇതാണ് വ്യൂ. എന്താ അടിപൊളി രസമാണെന്നറിയാമോ കാണാൻ. അച്ചു വേണ്ട. ചേട്ടാ ആദ്യം സൂക്ഷിച്ചേ. ഇങ്ങോട്ട് നോക്കുവോ? മൊത്തത്തിലൊരു വ്യൂ എടുക്കാം. അച്ചുവാണോ സീറ്റ് കണ്ടുപിടിച്ചേ? പിള്ളേര് അയ്യോ എല്ലാം കൂടെ എടുത്തോണ്ട് വന്നോ? സോ ഇതാണ് റൂം. പിന്നെ ബാൽക്കണിയിൽ നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല. താഴെ പിന്നെ സ്വിമ്മിംഗ് പൂൾ കാണാം റൂമിൽ നിന്ന് നിന്നാൽ, അല്ലാതെ അങ്ങനെ ഒന്നും കാണാൻ കിട്ടില്ല കേട്ടോ. ഉണ്ടോ? അതാ ഞാൻ ചോദിച്ചു ഇവിടെ പൈപ്പ് ഉണ്ടോ? ഈ കാല് 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 അകത്ത് വേണ്ടേ? അല്ല ആദ്യം ഒരാളിരിക്കും, അത് കഴിഞ്ഞ് അടുത്ത ആളിരിക്കും. എനിക്കും കൂടെ ഒന്ന് അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കാവുന്നേ. കൈ കൊണ്ട് സ്വിം ചെയ്. കൈ കൊണ്ട് സ്വിം ചെയ്യാൻ നോക്ക്. ഇനി നിക്കി കൊടുക്ക. നിക്കി ഇങ്ങോട്ട് നോക്ക്. ഇതിന് കുഴപ്പമില്ല കേട്ടോ. ആദ്യം കാലം അങ്ങോട്ട് വിട്ടപ്പോഴത്തേനും ഐസ് വെള്ളം പോലെ ഇരിക്കുവായിരുന്നു. വായി വെള്ളം പോന്നു. മേലോട്ട് പിടിച്ച് മേലോട്ട് പിടിച്ച് വായി വെള്ളം പോന്നു. ഓ ബിഗ് ആണല്ലോ. ഇത് ബിഗ് ആണല്ലോ. ആ കൊച്ചു കൊച്ചു. അച്ഛനെ എണീപ്പിച്ച് കഴിപ്പിച്ചായിരുന്നു. അമ്മി
വീടല്ലേ ഇത് മൂന്ന് ഇത് അങ്കിൾമാരൊക്കെ കൊണ്ടുവന്നു. വേണോ പഞ്ചസാര? ഓക്കെ. ആ കഴിച്ചു. അച്ഛൻ ഇതങ്ങ് ഇഷ്ടപ്പെട്ട്. സ്ലോലി സ്ലോലി. ആ കേറ്. സ്ലൈഡ് ചെയ്. ആ സ്ലൈഡ് ആവുന്നില്ലേ? ഇങ്ങനെ തന്നെ സ്ലൈഡ് ചെയ്യുന്നത്. ആ വെട്ടം അടിക്കുന്നുണ്ട്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഫോട്ടോ കിട്ടും. അതവിടെ ചെന്ന് നോക്കേണ്ടി വരും. ഇല്ല, ഈ സൈഡിൽ നിന്ന് നോക്കാം ചിലപ്പം. ആ കുഴപ്പമില്ല. സോ നെക്സ്റ്റ് ഡേ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ വാഗ്മൻ ഹിൽ ഗാർഡനാണ് പോയത്. അവിടെ കുറേ പൂക്കളും ചെടികളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രാവിലത്തെ ആ ഒരു സമയമില്ല, അപ്പം നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ കാണാൻ വരുന്നെങ്കിൽ ഒരു ഈവനിങ് ടൈം ആയിരിക്കും ഇച്ചിരോട് നല്ല. വെയിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. സോ എന്തായാലും വ്യൂ നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സൗത്ത് ഈസ്റ്റോ? അതെ, കൈ ചൂടല്ലേ മോനെ. ലെറ്റ്സ് ഫീൽ ദ വെർച്വൽ റിയാലിറ്റി. ഏത് ഭംഗിയാ പിങ്കിനൊക്കെ. ആണ്. ആരാ വരുന്നേ? ഐസ്ക്രീം ഒക്കെ കഴിച്ചോ? കൈ സോ അത്യാവശ്യം വ്യൂ എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നിർത്തി കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചൂട് മാഗിയും പിന്നെ ഒരു പുതിയൊരു വെറൈറ്റി സംഭവം കഴിച്ചു. ബ്രെഡിനകത്ത് ജാമൊക്കെ ഫില്ല് ചെയ്ത് പക്കോട ടൈപ്പ് നമുക്ക് കഴിക്കാൻ. ഞാൻ പുതിയതായിട്ട് അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അതും നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ബ്രെഡിനകത്ത് ജാമിൻ്റെ ഫില്ലിങ് വെച്ച് സൂപ്പറാട്ടോ. ഇത് നല്ല അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ചൂടോടെ നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ അടിപൊളിയായിരുന്നു. പറഞ്ഞിട്ടുണ്ട് വരും ഇപ്പം. ബ്രെഡും ജാം പാതി
മതി 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 നിക്കി ചേച്ചി കുടിക്കട്ടെ അച്ചു. താഴെ കളയല്ലേ? കാറ്റ് കാരണം കിട്ടുന്നില്ല. വായി വെക്കും കാറ്റടിക്കും. ആരുടെ ഫോട്ടോ? പിന്നെ നമ്മൾ കാണാൻ പോയ ചാർലി പോയിന്റ് പറഞ്ഞ സ്ഥലമാണ്. അവിടെ കുറേ വാഗ്മനിലും മൂവീസൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്ഥലം തന്നെയാണ്. അങ്ങനെയാണ് അത് ഫേമസ് ആയത് തന്നെ. സോ ഞങ്ങൾ ചെന്നപ്പോൾ ഉള്ള ഒരു അതിന് പറഞ്ഞ വെള്ളം കാണാൻ ഒട്ടും കിട്ടിയില്ല. മൊത്തം മരുഭൂമി പോലെ കിടക്കുമായിരുന്നു. ആക്ച്വലി തന്നെ ഇങ്ങനെ ഈ ഫോട്ടോ കൊടുക്കുന്ന പോലെയാണ്. ഇപ്പം കണ്ടില്ല, ഇവിടെ ഒരു ഇത്തിരി വെള്ളം പോലുമില്ല. സോ ചാർലി പോയിന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ. അച്ചു വീടെത്തി എന്റെ സന്തോഷത്തിലാണ് കേട്ടോ. അച്ചു ഭയങ്കര സന്തോഷം.